ഹലോ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് വളരെ പോഷകപ്രദമായ റിച്ച് പ്രോട്ടീനായിട്ടുള്ള ഡയറ്റ് എടുക്കാൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന തൈര് സാദമാണ് അഥവാ കേർഡ് റൈസ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ട് കേർഡ് റൈസ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ കേർഡ് റൈസ് തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ നല്ല വെന്ത ചോറാണ് വേണ്ടത്. ഞാനിവിടെ പൊന്നിയരിയാണ് കേട്ടോ എടുക്കുന്നത്. പൊന്നിയരിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബസ്മതി റൈസ് ഉപയോഗിക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം അത് ഇതുപോലൊന്ന് നല്ലതുപോലെ ഉടച്ച് നല്ല മഷിപ്പരുവായിട്ട് എടുക്കണം. അപ്പോൾ ഒരുപാടങ്ങ് ഉടച്ചെടുക്കണ്ട, എന്നാലും ഒന്ന് പകുതിയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. അതിലേക്ക് ഒരു കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 കപ്പിന് 1 കപ്പ് തൈരാണ്, 1.5 കപ്പോളം ചേർക്കാം. ഇവിടെ പുളി ഇല്ലാത്ത തൈരാണ് കേട്ടോ ഏറ്റവും നല്ലത് നമുക്ക് തൈര് സാദത്തിന്. അപ്പോൾ ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ പ്രോബയോട്ടിക് തൈരാണ് എടുത്തിരിക്കുന്നത്. ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ആ തൈരും ഉപ്പും ചോറും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നിടം വരെ ഒന്ന് ആക്കിയെടുക്കുക. അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ഓരോരുത്തരുടെ എരിവ് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു പച്ചമുളകിൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുനുകുനാന്നരിഞ്ഞതും പിന്നെ കുറച്ച് മല്ലിയില കുഞ്ഞതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പില്ല, ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ പശുവും പാല് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് കൺസിസ്റ്റൻസി ഒന്ന് മാറ്റാൻ വേണ്ടിയാണ്. ഒത്തിരി കട്ടിയായിട്ടിരുന്നാലും അത് തൈര് സാദത്തിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയാണ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പച്ചപ്പാലാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കാച്ചിയ പാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ പച്ചപ്പാൽ ചേർക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് താളിച്ച് ചേർക്കേണ്ടതാണ് അടുത്തതായിട്ടുള്ളത്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് കടുക്, കുറച്ച് ഉഴുന്ന് പരിപ്പ്, പിന്നെ കുറച്ച് നമ്മുടെ കടലപ്പരിപ്പ് ഇല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ പരിപ്പ്, കടലപ്പരിപ്പായിരിക്കും ഒന്നുകൂടെ നല്ലത്. ഞാനിവിടെ സാമ്പാർ പരിപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഒരു ചെറിയ നമ്മുടെ ഉണക്കമുളകും കൂടി ചെറുതായിട്ട് കഷ്ണിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് പിന്നെ ഇതിലേക്ക് ഇത്രയും മതി. പക്ഷേ ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ചെറിയ മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. കുറച്ച് കപ്പലണ്ടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് ഇളക്കി അതൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു സാധനം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ കടുക് പൊട്ടിച്ചേക്കാൻ നല്ലൊരു മൂത്ത് മണം വരുന്നുണ്ട് ജീരകത്തിൻ്റെയൊക്കെ. അപ്പോൾ അതിലേക്ക് ലാസ്റ്റ് നമ്മൾ നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. ഒരു 1/4 ടീസ്പൂൺ വേണ്ട, കുറച്ച് കായപ്പൊടി മതി കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ചൂടോടുകൂടി നമ്മുടെ തൈര് സാദത്തിലോട്ട് അഥവാ കേർഡ് റൈസിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ കേർഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. വളരെ എളുപ്പമാണ്. നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അതിലേക്ക് കുറച്ച് പൊമഗ്രാനൈറ്റ് നമ്മുടെ മാതളത്തിൻ്റെ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. വേണമെങ്കിൽ ഇതിനകത്ത് നമുക്ക് കപ്പലണ്ടി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് നമുക്ക് ദഹിക്കാൻ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഇത്. എല്ലാവർക്കും വളരെ നല്ലതാണ്. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ്. കുട്ടികൾക്ക് വളരെ നല്ലതായിരിക്കും. നമുക്ക് പെട്ടെന്ന് ദഹിക്കാനും എല്ലാത്തിനും നല്ലൊരു ഫുഡാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.